കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ പടർന്നു പിടിച്ച് കാട്ടുതീ 10 ഏക്കറിൽ പടർന്നു പിടിച്ച കാട്ടുതീ മണിക്കൂറുകൾക്കുള്ളിൽ 2900 ഏക്കറിലേക്കാണ് വ്യാപിച്ചത്. വരണ്ട കാലാവസ്ഥയും കാറ്റും തീ കൂടുതൽ പടരാൻ ഇടയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവർണർ. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അടുത്ത 6 മണിക്കൂർ ഏറെ നിർണായകമെന്നും അഗ്നിരക്ഷാസേന വ്യക്തമാക്കി. ബെനീഷ ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബെനീഷ, നിലവിൽ അവിടുത്തെ സാഹചര്യം ഏത് രീതിയിലാണ്? രക്ഷാപ്രവർത്തനമൊക്കെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സ്വാതി, പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാത്രി 10:30-യോടെയാണ് കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. പസഫിക് പാലിസേഡ്സിൽ പടർന്നു പിടിച്ച തീ മണിക്കൂറുകൾക്കുള്ളിലാണ് 2900 ഏക്കർ ഭൂമിയിലേക്ക് വ്യാപിക്കുന്നത്. ഇതോടെ ജനം അമ്പരാപ്പിലാവുന്നു. തുടർന്ന് ആളുകൾ എങ്ങോട്ട് പോകണമെന്നാൽ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങളും, അതായത് 1000-ലധികം വീടുകളും കെട്ടിടങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. കാട്ടുതീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടില്ലെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. അതിനാൽ തന്നെ കാലിഫോർണിയയിൽ ഇതിനകം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗവർണർ. ഇതിനകം 30,000-ഓളം പേരെയാണ് പ്രദേശത്ത് നിന്നും അധികൃതർ ഒഴിപ്പിച്ചിട്ടുള്ളത്. ഹോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന പ്രദേശത്ത് ഉൾപ്പെടെയാണ് നിലവിൽ കാട്ടുതീ വ്യാപിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ 2,20,000-ലധികം വീടുകളിലെ വൈദ്യുതി ബന്ധം നിലവിൽ വിച്ഛേദിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. രക്ഷാപ്രവർത്തനം പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. അതേസമയം വരണ്ട കാലാവസ്ഥയും കാട്ടുതീയും ഉൾപ്പെടെയുള്ളവ രക്ഷാപ്രവർത്തനത്തെ മോശമായി ബാധിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക തന്നെയാണ്. സ്വാതി. ശരി ബെനീഷ, കാലിഫോർണിയയിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. ആ വിവരങ്ങളാണ് ബെനീഷ ബാബു നൽകിയത്.